മാസം ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിച്ചൊരു മാസമാണ്. അതാണ് ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ലഭിച്ചത്. അതിൻ്റെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയോടെ ഈ ദിവസം തുടങ്ങാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഇവിടെ ഇപ്പം നിയോഗം പറയേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതം, ജോലി, സഞ്ചാരം, യാത്ര, സംരംഭം, ഇടപെടല്, കർത്തവ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട ഭാരങ്ങൾ, കുറേ ഭാരങ്ങൾ കുടിശ്ശിക വന്ന ചെയ്തു തീർക്കേണ്ട കുടിശ്ശിക വന്ന കാര്യങ്ങളില്ലേ, വിദ്യാർത്ഥികൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, ഹോംവർക്കുകളുണ്ട്. അങ്ങനെ വന്നു പോയ ഭാര്യ എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ അത് കാണുമ്പോൾ ഉറക്കം പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പോൾ മാതാവിന് കൊടുക്കണം. കണ്ണടച്ച് കൈകൾ കൂപ്പി ഇന്നത്തെ ദിവസം മുഴുവൻ ഇടപാടുകളും ദൈവത്തെ സമർപ്പിക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ, നിങ്ങൾക്കറിയാവുന്ന കൃപാസന തറയിൽ കൃപാസന അമ്മ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്നൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു മാനസിക ആഘാതം അവിടുന്ന് തന്നെ എൻ്റെ വേവ് മനസ്സിലാക്കിയിട്ട് നേരെ വന്ന് ആരും പറയാതെ തന്നെ ഈശോട് പറഞ്ഞതാണ്, നിൻ്റെ കുടുംബത്തിൽ അമ്മയുണ്ടെങ്കിൽ നിൻ്റെ കാര്യം നീ പോലും അറിയുന്ന മുമ്പ് തന്നെ അമ്മ അറിയും. അങ്ങനെ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും മാതാവിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലും സന്ധിപ്പിലുമാണെന്നുള്ള സന്തോഷം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡാറ്റ കാൻഡർ പെരക്കസ്റ്റോട് ചേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ഉടമ്പടിത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അമ്മയെ കാനായിൽ എന്നതുപോലെ എല്ലാ മേഖലകളിലും ഇല്ലായ്മ അനുഭവിക്കുന്ന അനേകം മക്കൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോഗ്യമില്ലാത്തവരുണ്ട്, സമാധാനം ഇല്ലാത്തവരുണ്ട്, ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, സാമ്പത്തിക കടങ്ങളാൽ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സഹായിക്കാനാണില്ലാത്തവരുണ്ട്. അമ്മേ, വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ സഹായിക്കാൻ കുടുംബത്തിൽ ഒരു പകരം ആടില്ല. കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചിട്ടൊരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കുടുംബങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലെയും ജോലിക്ക് നിൽക്കുന്നവരുണ്ട്. അവരുടെ സംഘടനകൾ, അവർക്ക് എല്ലായിടത്തും ഞെരുക്കങ്ങളാണ്.
കുടുംബത്തിൽ നിന്ന് ഞെരുക്കുക, സ്വന്തം കുടുംബത്തിൽ നിന്നും വിളിക്കുവരെ, അവർ നിൽക്കുന്ന ജോലിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വിളിക്കും. ഇത് തന്നെയാണ് ഓഫീസിലും, ഇത് തന്നെയാണ് മറ്റു പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്നത്. ഒറ്റക്കായി പോയല്ലോ, ആരും സഹായിക്കാനില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഒരു തണുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ബന്ധമായി, പിന്നെ അത് മുതലെടുപ്പായി, ഇങ്ങനെ വ്യത്യസ്തങ്ങളെ കുരുക്കുകളിൽപ്പെട്ടവരുണ്ട്. സാമ്പത്തിക കുരുക്ക്, വൈകാരിക കുരുക്ക്, മാനസികമായ ബന്ധങ്ങളുടെ കുരുക്ക്, അടുപ്പങ്ങളുടെ കുരുക്ക്, പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലും അവർ ചതിക്കപ്പെടുന്നതിൻ്റെ കുരുക്കുകൾ, ഇങ്ങനെ അതിൻ്റെ സംഘർഷങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും അനുഭവിക്കുന്ന സങ്കടങ്ങളെ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഓരോ തരത്തിൽ എല്ലാ പ്രൊഫഷനിലും അനുഭവിക്കുന്നത് നേഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ ഓഫീസർമാരുണ്ട്, അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സുണ്ട്, അതുപോലെ തന്നെ കഠിനാധ്വാനം, കായികാധ്വാനം ചെയ്യുന്നവരുണ്ട്. അവർ എല്ലാവരുടെയും സങ്കടങ്ങളെയും വിഷമതകൾ, അവർ ജോലി എടുത്തിട്ട് മുതലാകാത്തവരുണ്ട്, വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും നിറവേറ്റാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, ഒരു വിലയില്ലാത്ത ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. വൈഫിൻ്റെ മുമ്പിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയൊക്കെ വിലയില്ലാതെ പോകണല്ല എന്നുള്ള വേദന അനുഭവിച്ചിട്ട് ആരോട് പറയാനാണ് വിചാരിച്ചുകൊണ്ട്, തൊണ്ട പഴുത്താൽ വിഴുങ്ങാനതിൻ്റെ പറ്റത്തുള്ളൂ വിചാരിച്ചുകൊണ്ട് സ്വയമായിട്ട് കടിച്ച് വിഷമിച്ച് വിഴുങ്ങുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരെയും മഹാസങ്കടത്തോട് തന്നെ അവരുടെ വിഷമതകൾ ഏറ്റെടുത്തുകൊണ്ട് അതിസന്തോഷത്തോട് ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവമേ, അമ്മയെ പരിശുദ്ധമേ അവരെ ഏറ്റെടുക്കണമേ, അവരുടെ വിഷമത ഏറ്റെടുക്കണമേ. ഇരുട്ട് മൂടിക്കിടന്ന അവസ്ഥകൾ, കാണാത്ത കര കെട്ടിയിട്ടിരിക്കുന്നവരെ എല്ലാവരും നീ അഴിച്ചു മാറ്റുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും ഈശോ അഴിച്ചു മാറ്റട്ടെ. നിനക്ക് സൗഖ്യപ്പെടുത്തുകയും നിന്നെ ഇന്ന് ശക്തിപ്പെടുത്തുകയും നിൻ്റെ വഴികളിൽ എൻ്റെ ദൂതന്മാരെ ഞാൻ അയക്കുമെന്ന് ആരംഭിച്ച കർത്താവിൻ്റെ വാഗ്ദാനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും നിനക്ക് പകരം സംസാരിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിൻ്റെ കൂടെ നിൽക്കുവാനും വേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നമ്മുടെ സാന്നിധ്യത്തോടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നയിക്കുക. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനം 1 സാമുവേൽ 16:14 സംഭവിച്ചേ ഈ ദിവസങ്ങൾ എൻ്റെ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണിത്. ശരി, നമ്മുടെ ഇടയിൽ ഈ ദുരാത്മാവ് കയറിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ആരെങ്കിലും വൈരാഗ്യം ഉണ്ടായി, അപ്പം ദുരാത്മാവും മനസ്സ് ഭാരപ്പെടും. അപ്പം അങ്ങനെ വന്നാൽ ഒരു കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ ദുരാത്മാവ് വരുന്നു എന്ന് മാത്രമല്ല പ്രശ്നം, പരിശുദ്ധാത്മ ഇറങ്ങിപ്പോകും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അപ്പം അതുകൊണ്ട് നീ എപ്പോഴും ഒരു പ്രിക്കോഷൻസ് ആയിരിക്കണം അതുകൊണ്ട് ഈ ദാവീദൊക്കെ എന്താ പറയണമെന്നറിയോ? ദാവീദ് ഇപ്പം 52 സങ്കീർത്തനമില്ല, 51:11 എന്താ പറയണത്? ദാവീദിന് ദുരാത്മാവ് വന്ന് സാവൂളിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നിൽ നിന്ന് എനിക്കിപ്പോൾ അബദ്ധത്തിൽപ്പെട്ടിരിക്കണം എൻ്റെ ജീവിതം, പക്ഷേ അങ്ങനെ പരിഭാവന എന്നിൽ നിന്ന് തള്ളിക്കളയരുത്. ഈ 2 വചനങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 1 സാമുവേൽ 16:14 കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അതാ പ്രശ്നം. എന്താ? കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. കണ്ടാ? അപ്പൊ സാവൂളിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാല് പിന്നെ അത് വേക്കൻ്റ് അല്ല സീറ്റ്, പിന്നെന്താണ്? അപ്പൊ ദുരാത്മാവ് വരും. ദാവീദിന് സാമൂലിന് പറഞ്ഞ അവന് അനുസരണ ഇല്ലാത്തതിന്റെ പേരില് സാമൂലിനെ പോലും അംഗീകരിക്കാത്ത, ദൈവത്തിൻ്റെ പ്രവാചകനെ അംഗീകരിക്കാത്തപ്പോൾ അവൻ വരുത്തി വെച്ച വിനയാണ്. അതുകൊണ്ടാണ് കർത്താവ് അയച്ച ദുരാത്മാവ് എന്നൊക്കെ പറയേണ്ട കാര്യം. എന്നുവെച്ചാൽ എന്ത് സംഭവിച്ചാൽ അങ്ങനെ പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നതായിട്ട് മാത്രമല്ല പ്രശ്നം. വെളിച്ചം കെട്ടാൽ ഇരുട്ട് കയറി പിടിക്കും. വെളിച്ചം കെട്ടുപോയാൽ ഇരുട്ട് കയറി പിടിക്കുമെന്നും മൊത്തം ജീവിതം ഇരുട്ടാകുമെന്നും ഈ സാവൂളിൻ്റെ ജീവിതം കണ്ടിട്ട് അനുഭവത്തിൽ നിന്ന് പഠിച്ച ആളാണ് ദാവീദ്. അതുകൊണ്ട് ഈ ബെർശീബ പ്രശ്നത്തിൽ ഇവൻ്റെ പരിശുദ്ധമാവ് വിട്ടുപോകുന്നവനെ അറിയാം. അതുകൊണ്ടാണ് അവൻ പറയണത് ഇതിൻ്റെ പേര് വിട്ടുപോവുകയും പിന്നെന്താ പറയണത്? ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സാവൂള് രാജാവിന് സംഭവിച്ച എന്താണ്? ദാവീദാണ് സാവൂളിനെ കൊന്നത്. അപ്പം ആ യുദ്ധത്തിലാണ് പരാജയപ്പെടുന്നത്. അപ്പം ദാവീദ് കൊന്നതല്ല, ആ യുദ്ധത്തിലാണ് സാവൂളും മക്കളും മരിക്കണത്. അപ്പം ഇത് ദുരാത്മാവ് വന്നൊരു അവസാനം കൊലപാതകത്തിലേക്കാണ് പോണത്. ഇത് തനിക്ക് സംഭവിക്കുമെന്നുള്ളത് കാര്യം സംഭവിക്കും. നിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരിക്കലും വാൾ നീങ്ങത്തില്ലെന്ന് നാഥാൻ പ്രവാചകൻ പറയുകയും ചെയ്തപ്പോഴാണ് പുള്ളി കരഞ്ഞത്. എന്താണ്? അങ്ങനെ സംഭവിച്ചാൽ സാവൂളിനെ പോലെ ഞാനും മലമുകളിൽ കൊല ചെയ്യപ്പെടും. അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ദാവീദ് എന്താ പറഞ്ഞത്? നോക്കിയേ, സങ്കീർത്തനം 51:11. അങ്ങയുടെ
സന്നിധിയിൽ നിന്ന് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എടുത്തു കളഞ്ഞാൽ ദുരാത്മാവ് ഉടനെ കയറും. സാവുണ്ട് അതേ അനുഭവം തനിക്കും ഉണ്ടാകും. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഇപ്പൊ ദൈവികമായ വഴികളെ കുറിച്ച് അറിയണത് ഇതുപോലെ ഈ ഒരൊറ്റ സങ്കീർത്തനത്തിലാണ് ദാവീദിന്റെ ജീവിതം മൊത്തം സംരക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൽ അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ വായിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യണം. കാരണം ജീവിതവും ദൈവത്തിന് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന മേഖലകൾ, ദൈവം സഹായിക്കുന്ന സന്ദർഭങ്ങൾ, സഹായിക്കുന്ന രീതികളൊക്കെയാണ് ബൈബിൾ പറയണത്. അതുകൊണ്ട് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ ഇതുപോലെ എങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ നിഷ്പ്രഭമായി പോയി ഡിപ്രൈവ്ഡായി പോയി പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മഹാവേശത്തോടു കൂടി തിരികെ വരാനും ആ കൃപയിൽ നിലനിൽക്കാനും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ്, ഏതെങ്കിലും കാരണവശാൽ, ചിലപ്പോൾ വൈരാഗ്യമാകാം, ചിലപ്പോൾ മത്സരമാകാം, ചിലപ്പോൾ തകർച്ചയാകാം, ചിലപ്പോൾ പരാജയമാകാം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ മനസ്സിടിഞ്ഞു പോവുകയും പ്രാർത്ഥന കുറഞ്ഞു പോവുകയും ചെയ്താൽ ആ സമയത്ത് കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണം. അവരെ ദാവീദിനെപ്പോലെ അവരുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയാതെ ആത്മാവിനെ നിറച്ചു നടത്താനും അത് ഉത്തരവാദിത്വം പൂർത്തിയാക്കാനും ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാൻ.